മോർണിംഗ് എവരിവൺ. അപ്പം ഇന്ന് 25th ഡേ 8-ാം തീയതി 8 മെയ് 2025 ഞങ്ങളുടെ യാത്ര ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞേ? ജോർജിയ നിന്ന് റഷ്യൻ ബോർഡറിലേക്ക് പോകണം. അതെന്തിനാ ബോർഡറിലേക്ക് പോകണേ? ഓക്കെ, ഇന്ന് നമ്മൾ ജോർജിയ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. രാവിലെ തന്നെ ബോർഡറിൽ എത്തിയാലേ ഉള്ളൂ, പെട്ടെന്ന് അപ്പുറം കിടക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ പിന്നെ ദൂരം നിന്നാണെങ്കിൽ പിന്നെ അവിടെ ട്രാഫിക്കില്ല, അവിടെ പ്രശ്നമാവും. ഓക്കെ. അപ്പം നമ്മൾ സാധാരണ ഒരു ബോർഡർ ചെല്ലുന്ന പോലെ അല്ല, റഷ്യൻ ബോർഡർ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അവിടെ അവേഴ്സ് ആൻഡ് അവേഴ്സ് ക്യൂ ഉണ്ട്. സോ അതുകൊണ്ട് ആ ക്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി രാവിലെ ചെല്ലാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ബോർഡറിലേക്ക് യാത്രയാവുന്നത്. അപ്പം നമുക്കങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. നിങ്ങൾ രാവിലെ തന്നെ അവിടെ ചെല്ലണം എന്നുള്ളൊരു എക്സ്പീരിയൻസ് നമ്മുടെ സുഹൃത്തായ നോബി നമ്മളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ രാവിലെ ചെല്ലാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര നേരത്തെ പോകുന്നത്. താമസിക്കുന്നത് ജോർജിയയിലെ ഒരു വില്ലേജിലാണ്. ഗർബാനി ദർബാർ ഗനാരി അല്ലേ? ദർബാറിൽ. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഒരു വില്ലേജിലാണ്. അപ്പം അതും ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ടായിരുന്നു? 7 മണിക്കൂർ സ്ട്രൈറ്റ്. അപ്പം ബ്രേക്ക് എടുത്ത് ഒരു 8 മണിക്കൂർ കുടിക്കും. അപ്പം ബ്രേക്ക് നന്നായിട്ട് ഞങ്ങൾ ബ്രേക്കൊക്കെ എടുത്ത് മാക്സിമം എടുത്താണ് പോകുന്നത്. അപ്പോൾ ഒരു എത്ര മൈലാണ് അത് ഇവിടുന്ന്? 450ഓളം 460ഓളം മൈലുണ്ട് ഇവിടുന്ന്. മൈലല്ല, സോറി, കിലോമീറ്റർ ഉണ്ട്. ഈ കാണുന്ന മഞ്ഞ പൈപ്പുണ്ടല്ലോ, ഇതെന്താണെന്നറിയോ? ഇതിങ്ങനെ നീളത്തിൽ നമുക്ക് കാണാം. റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു പൈപ്പ്, ഇത് ഓരോ വീട്ടിലേക്കുള്ള ഗ്യാസ് കണക്ഷനാണ്. അത് ഞങ്ങൾ ജോർജിയയിൽ മാത്രമാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് കണ്ടിരിക്കുന്നത്. ഇതെല്ലാം പൈപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നീണ്ടങ്ങ് പോകും. അപ്പോൾ ഓരോ വീടുകളിലേക്കുള്ള ഒരു ഗ്യാസ് കണക്ഷൻസ് നമ്മുടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ മറ്റെല്ലായിടത്തും ഭൂമിക്ക് അടിക്കൂടെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കമ്പി പോലെ, ആദ്യം അത് മനസ്സിലായില്ല, പിന്നെയാണ് ചോദിച്ച് മനസ്സിലാക്കിയത്. ഇത് ഗ്യാസ് കണക്ഷനാണ് എല്ലാ വീടുകളിലേക്കുള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മീറ്ററുണ്ട്. ഇപ്പോഴത്തെ 34 വർഷമാണ് പൂർണ്ണമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. 14 വർഷമായത് 91-ലാണ് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അതുകൊണ്ട് തന്നെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ ശരിക്കും. എങ്കിലും ഡെവലപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതൊരു വില്ലേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ടൗണൊക്കെ നല്ല അടിപൊളിയാണ്. ടൗൺ എന്നൊക്കെ ശരിക്കും നല്ല സൂപ്പർ. നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ ആയിട്ടായിരുന്നു. എല്ലാ ലക്ഷറി സ്റ്റൈലിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളാണ് ടൗണൊക്കെ. ഇതിപ്പോൾ വില്ലേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇത് ജോർജിയയിലെ ഒരു ചെറിയ വില്ലേജിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല രസമാണ്. എല്ലാവരും നല്ല ശരിക്കും അതൊരു കുഴിക്കകത്താണ്. 2-3 സൈഡിലും മലയാണ്. ഞങ്ങൾ നിൽക്കുന്ന റോഡ് ഒരു മുകളിലാണ്. ഇതെല്ലാം താഴെ ഭാഗങ്ങളിലാണ്. ജോർജിയയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ജോർജിയൻ പോലീസ് ഞങ്ങളെ പിടിക്കുകയുണ്ടായി. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത ശേഷം ഞങ്ങളുടെ കയ്യിൽ ജോർജിയൻ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ഇൻ്റർനാഷണൽ ലൈസൻസ് ഇല്ല എന്നുള്ള പേരിൽ ഞങ്ങളുടെ വണ്ടി അവർ ടോ ചെയ്ത് എടുത്തുകൊണ്ട് പോയി. പിന്നീട് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ കോൺടാക്റ്റ് ചെയ്ത് ജോർജിയൻ ലാംഗ്വേജിലേക്ക് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം അവിടെ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ പുറകെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണമെല്ലാം പറഞ്ഞു. 4-5 മണിക്കൂറത്തെ ശ്രമത്തിന് ശേഷം നമ്മുടെ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, ജോർജിയയിലുണ്ടായിരുന്ന ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഗൂഗിൾ അവിടെ പോയി ജോർജിയൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾ വണ്ടി തിരിച്ചു. നല്ലൊരു ഹെയർ പിന്നിലേക്ക് കയറുവാണ്. വെൽഡൺ. അടുത്തൊരു ഹെയർ പിന്നാണ്. നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു വലിയൊരു മഞ്ഞ് മലയാണ്. അത് നമുക്ക് ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോൾ അത് സ്കൈ കാരണം നമുക്ക് ആ മഞ്ഞുമല ശരിക്കും കാണാൻ പറ്റുന്നില്ല.
ഞാനീ പറഞ്ഞ നമുക്ക് കാണാം അതുണ്ട് സൂം ചെയ്യുമ്പോൾ ദൈവം കണ്ടോ ഈ ഒരു മലയാണ് അത് കൈയോട് ചേർന്ന് നമുക്ക് ഇവിടെ തോന്നുന്നത്. ഇനി വളർന്ന് തിരിഞ്ഞ് ഇനി നമ്മൾ ആ മലയുടെ മുകളിൽ കയറുക. ആ വണ്ടി ഇച്ചിരി ഇറങ്ങി വരുവേ. ഒരു ട്രക്ക് എന്ന് പറഞ്ഞാൽ മാല പോലെ ട്രക്ക് റഷ്യയിൽ നിന്ന് ജോർജിയയിലേക്ക് പോകുന്നതാണ്. ജോർജിയ അല്ലെങ്കിൽ അത് അടുത്തുള്ള രാജ്യത്തേക്ക് പോകുന്നതായിരിക്കും. പക്ഷെ മാല പോലെ ട്രക്കുകളുടെ ഒരു ഘോഷയാത്രയാണ്. നല്ല കുഴിയാണിത്. വഴിയൊക്കെ തീരെ മോശമാണ്. ശരിക്കും നല്ല കുഴി, ലോറികളൊക്കെ ആടി ഉലഞ്ഞാണ് പോകുന്നത്. നമ്മൾ ചെറിയൊരു തുരങ്കം അടിപ്പാലമാണ് അതിനകത്ത് കയറുക. അത് മുഴുവൻ ഗട്ടറാണ്. ഇത് ശരിക്കും ഒരു നല്ലൊരു സാഹസിക യാത്ര തന്നെയായിരുന്നു ഇന്ന്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഓരോന്നോർത്തിങ്ങ് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ തളരാതെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്കായി ഒത്തിരി കരങ്ങൾ ഞങ്ങളുടെ പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പോകാം. ഞങ്ങൾ പോകുന്നു. ഷോചേട്ടാ എന്നാ പറയുന്നു? രാത്രി അല്ലാത്തത് കൊണ്ട് വളരെ നന്നായി. ഉണ്ട് ഠിം ഠിം ഇതന്നെ ഹനുമാനോ? ലോറിയിലെ ചെകുത്താൻ ലോറി ഹിമാലയ. ഇത് മഞ്ഞുമലകൾ കൂടി നിൽക്കുന്നു. ഈ അങ്ങ് ദൂരെ കണ്ട മഞ്ഞുമലയാണ് മുഴുവൻ സ്കൈയോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന അത്രയും സൗന്ദര്യം ഈ വീഡിയോയിൽ കൂടെ പകർത്താൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. ഞങ്ങൾക്ക് ഈ ലോറി വണ്ടികൾ പോകുന്നതുകൊണ്ട് അതിൻ്റെ എന്നാ പറയുക പുകയും മണവും ഒക്കെ, അതുകൊണ്ട് ഞങ്ങൾ ആ ഗ്ലാസ് തുറന്നിട്ടാൽ മാത്രമേ ഉള്ളൂ വീഡിയോ അല്പം ക്ലിയർ ആകുകയുള്ളൂ. പക്ഷേ ഗ്ലാസ് നമുക്ക് തുറന്നിടാൻ പറ്റത്തില്ല. തുറന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടി. അപ്പോൾ ഞങ്ങൾ അടച്ചു. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ അങ്ങനെ മല കഴിഞ്ഞു. ഇനി ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മല കയറി ഇറങ്ങുക ആണ് ഉദ്ദേശം. ഈ താഴെ ഒരു വലിയൊരു തുരങ്കം പണിത് വരുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചല്ലോ. അത് മിക്കവാറും ഇതിൻ്റെ അടിവാരത്തിൽ വല്ലതായിരിക്കും. അപ്പം അത് ഇവിടെ ഒരു തുരങ്കം ഇതാന്ന് കേട്ടോ. അതൊക്കെ ഇവിടെ ഒരു തുരങ്കം പണിത് തുടങ്ങി റൈറ്റ് സൈഡിലൊക്കെ ഉണ്ട്. ആക്ച്വലി എന്തൊന്നും പിടി കിട്ടുന്നില്ല. അതെ, ഐസ് ഒരിക്കൽ വെള്ളമാണ് ഈ വരുന്നത് മുഴുവൻ. പ്രൈവറ്റ് നമ്പർ ആയിരിക്കും. മുകളിൽ നിന്നുള്ള ഐസ് വാട്ടർ ആണ് ഈ വെള്ളം. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ആ ഐസ് മലയുടെ മുകളിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഡ്രൈവ്. വഴിയിലെല്ലാം എന്തേക്കണ്ട ഐസ് എല്ലാം കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ഐസ് കിടപ്പുണ്ട്. ഡിങ്ക് ഡിങ്ക ഡിങ്ക് ഡിങ്ക അങ്ങാതിരിക്കാൻ പറ്റിയല്ലോ. അതെ, അപ്പുറത്തെ രാജ്യം ഈ ഹൈറ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ കാണാം. അപ്പുറത്ത് കയറും സമയം തന്നെ കട്ടിക്ക് കിടക്കുന്നുണ്ടോ? അയ്യോ, അതിന്റെ കട്ടി കണ്ടോ? എന്റെ പൊന്നോ, ഐസ് നല്ല കനത്തിൽ കിടക്കുവാണ്. ഈ ടെമ്പറേച്ചർ താഴെ 10-30 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും 10 ഡിഗ്രി ഉണ്ട്. ഈ 10 ഡിഗ്രി ടെമ്പറേച്ചറിലും ഈ ഐസ് ഇങ്ങനെ കിടക്കുകയാണ്. ദാറ്റ് മീൻസ് ഇതിന്റെ തിക്നെസ് എന്തോരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അവിടെ ഒരു ശിവനും പാർവതിയൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടല്ലോ ഇവിടെ. അവിടെ ഇത്ര ഐസ് ഇല്ല. സ്വിറ്റ്സർലാൻഡിൽ ഇത്ര ഐസ് ഇല്ലെന്ന് തോന്നുന്നത്.
തിരുവാല തിരുനെല്ലിയെ കാണാൻ ആ പോയിട്ട് അതാ മല, അത് ഇതുപോലെ തന്നെ വലിയൊരു മലയല്ലത്. പെയ്യുന്ന സമയത്തുള്ള ഐസ് യാ എപ്പോഴും ടെറ്റ്ലി, അതിൻ്റെ ടെറ്റ്ലി മല. സ്വിറ്റ്സർലൻഡിലെ ടിറ്റ്ലി മലയുടെ മുകളിൽ ചെന്നതുപോലെയാണ് ഇത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ മുകളിൽ വരുന്നത്. അപ്പോൾ ശരിക്കും എന്നാൽ ഇപ്പം ഇത്രയും ഐസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പീക്ക് വിൻ്ററിൽ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മിക്കവാറും വഴിയൊക്കെ ചിലപ്പോൾ എന്തായാലും ബോർഡറൊക്കെ അടച്ച് ഈ റൂട്ടൊക്കെ ചിലപ്പോൾ അടയ്ക്കുമായിരിക്കും. കാരണം ഇത് ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതിനോട് ചേർന്നാണ് നമ്മളവിടെ ഇത്രയും സ്നോ. അയച്ചത് കറക്റ്റ് നല്ല കനത്തിലാണിത്. അയ്യോ ഐസേ, അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ? നടുക്കോടെ ഇങ്ങനെ ഐസ്. സ്കേറ്റിങ്ങിനല്ല, നമുക്ക് പോയാലോ? ഇതിൻ്റെ മുകളിൽ സ്കേറ്റിംഗ് ആണെങ്കിൽ താഴ്ച പെട്ടെന്ന് ചെല്ലും. നമ്മൾ ദൂരം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ മല ഇല്ല, മലയുടെ മുകളിൽ നമ്മൾ ചെല്ലത്തില്ല, നമ്മൾ വേറെ വഴിക്ക് പോകണമെന്ന് വിചാരിച്ചു. ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആഹാ, ഇന്നത്തെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഒരു നഷ്ടം ആകത്തില്ല. ഈ സമയം ഇന്നത്തെ വീഡിയോ ഇച്ചിരി ദൈർഘ്യമുണ്ടായിരിക്കും. അത് കാണാൻ താല്പര്യമുള്ളവരും ഇതിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് കണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു 2 മല ഇടുക്കിൽ നിന്ന് ഞാൻ പോരാ, ഷാർപ്പായിട്ട് ഇടുക്ക് ഒരു വഴിക്ക് മാത്രമുള്ള ഇടയുള്ളൂ. വണ്ടി ലോറി വരുന്നു. ഇത്രയും വലിയ മലയാണിത്. ഓ, ആ ഐസ് കിടക്കുന്ന ഇതൊന്നും എനിക്ക് ഒരു തീരത്തില്ല നമ്മളത്. ഇനിയിപ്പോൾ സമ്മർ ആവുകയാണ്, നല്ല സമ്മർ, പീക്ക് സമ്മറിലേക്ക് പോവുകയാണ്. അപ്പോൾ മിക്കവാറും ഒരു തീരുമായിരിക്കും. പക്ഷെ എന്നാലും എത്രയായാലും ഇതിന് മുകളിലത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രി ആയില്ല. ഇപ്പം പെട്ടായി, ഇപ്പം 8 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പം. അപ്പോൾ ഏതാണ്ട് ഞങ്ങൾ താഴ്വാരത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇച്ചിരി എന്താ പറയുന്നത്, നിരപ്പായ സ്ഥലം കണ്ടു തുടങ്ങി. 2 സൈഡിലും മലയാണ് സ്റ്റിൽ. ഇവിടുത്തെ 2 സൈഡിലും ഐസ് കൂമ്പാരങ്ങളുള്ള ഐസ് മലയാണ്. 2 സൈഡിലും ആ ഐസ് ശരിക്കും ഉണ്ട്. 2 ലെഫ്റ്റിലും റൈറ്റിലും ഐസ് മലയാണ്. അപ്പോൾ അതിനെപ്പുറത്തേക്ക് വഴി തെറ്റി കിടക്കും. ഐസും കിടക്കുക. ഇത് വെട്ടി മാറ്റിയതാണോ? അത് അവൻ്റെ വണ്ടി അവിടെ നിന്ന് വരുന്നു. ദൈവമേ, അവൻ വഴുതിട്ട് വന്നാണോ? അവന് അറിയാതെ കയറിപ്പോ ഒറ്റയ്ക്ക് വന്നാണോ കേട്ടോ? ആ പുള്ളി ആദ്യം ഒറ്റയ്ക്ക് വന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ പുറകെ വന്നാലും നമ്മളിങ്ങനെ പോന്നു. വഴിയൊക്കെ ശരി സത്യത്തിൽ ഇവിടെ ഭയങ്കര മോശമാണ്. നടുക്ക് ഒരു കിടങ്ങുകളുണ്ട് ചില സമയത്ത്, നടുക്ക് റോഡ് നടുക്ക്. അത് ഒരു വീലിൻ്റെ താഴ്ചയുണ്ട് സത്യത്തിൽ. അതിൽ കറക്റ്റ് പാസ് ചെയ്യുമ്പോഴത്തേനും അതെ അതെ വീൽ അതിൻ്റെ ഇടയ്ക്ക് പോയാൽ ഈശ്വര ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം നമ്മളിങ്ങനെ പോകുന്നു നടുക്ക്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ ഒരു വീലിൻ്റെ ഹൈറ്റിൽ കുഴിയാണ്. അവിടെ ആ പുഴ നമ്മൾ കണ്ടില്ല. ആ പുഴ വന്നിട്ട് ആ പുഴയിലെ ജലം മുഴുവൻ മുകളിൽ നിന്ന് ഇവിടുന്ന് ഒഴുകി വന്ന ഈ ഐസ് ഉരുകിയ വെള്ളമാണത് മുഴുവൻ. ഈ മലകൾക്കിടയിൽ ഒരു ചെറിയ വില്ലേജ്, അത് നല്ല രസം തോന്നുന്നു. അതായത് അവിടെ ഈ മനുഷ്യരെങ്ങനെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. കറണ്ടും ഉണ്ട് അവിടെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും വീടേ ഉള്ളൂ ആകെ. അത് ഭയങ്കര കേട്ടോ. അതിവിടെ എവിടെ നിന്ന് വരുന്നത്? അവർക്ക് വേറെ റോഡുണ്ട്. ഇത്രയും പേരേ ഉള്ളൂ. അത് അങ്ങോട്ട് കാണുന്നത് ഇതുപോലെ എന്നിട്ട് മഞ്ഞമല, നമ്മൾ മുമ്പേ ക്രോസ് ചെയ്ത് പോകുന്ന മഞ്ഞമലകളിൽ ഒന്നായിരിക്കും അത്. അതെ, ഇവിടെ ഉണ്ട് സെറ്റിൽമെന്റ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു കേട്ടോ. നമ്മുടെ വീട് ഇവിടുന്ന് കണ്ടൊരു 7 ഇവിടെ നിന്ന് ഒരു 6 മൈൽ ചുറ്റളവിലാണ് നമ്മൾ വീട് ഇന്ന് താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നത്. ചൈന റെയിൽവേ ടണലോ? അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് റെയിൽവേ ടണൽ അങ്ങോട്ട് ചൈനയ്ക്കുണ്ടോ? ആ ഓക്കെ.
ഇതിലും നല്ലൊരു മനോഹരമായ കാഴ്ച. രണ്ട് സൈഡിലും മലയിടുക്കുകളിൽ കൂടെയുള്ള വഴി ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പുതിയ വഴി എന്തൊക്കെയോ, അതെ, പുതിയ വഴികളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ലാണ്ട പുതിയ വഴിയൊന്നുമില്ല. എൻ്റെ പൊന്നെ ഇച്ചിരി അയ്യോ ഈശ്വര. നമ്മതൊക്കെ കുഴികളൊക്കെ ഒഴിവാക്കി നമ്മുടെ നാടൻ സ്റ്റൈലിലാണ്. മറ്റുള്ളവർക്ക് വലിയ വണ്ടിയാകുമ്പോൾ നമ്മളെക്കുറിച്ച് വലിയ ബോധമൊന്നും അല്ല അത്. എവിടെ നോക്കി നല്ലൊരു സൺലൈറ്റ് കാരണം ഇത് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. നല്ലൊരു ഇവിടെ ഒരു എന്തോ ചെറിയൊരു പാലം വരുന്നുണ്ട് അല്ലേ. ഇത്ര യാത്രക്കിടയ്ക്ക് ഇത്രയും ഒരു വഴി മോശപ്പെടാൻ വന്നത് അതോടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം. ചെറിയ നദിയല്ല ഇത്, വലിയ നദി തന്നെയാണ്. പക്ഷേ വെള്ളം മുഴുവൻ വറ്റി കിടക്കുകയാണ്. വെള്ളം ചെറുതായിട്ട് ഉള്ളൂ. ഇങ്ങനെ സമ്മർ ടൈമാണ്, അതുകൊണ്ട് മൺസൂൺ ആയിട്ടില്ലാത്ത കാരണമായിരിക്കാം. മുകളിലേക്ക് ചെല്ലുന്നവർ താഴെ ഒത്തിരി വെള്ളം വളരെ കുറവായിരുന്നു. ഇപ്പോൾ പിന്നെ ഇച്ചിരി വെള്ളം ഒഴുകുന്നുണ്ട് കുറച്ചൊക്കെ. പക്ഷെ എന്നാലും നല്ല ഫുള്ള് ഹൈറ്റിലുള്ള നല്ല മലകളാണ് സൈഡിൽ കൂടെ. രണ്ട് സൈഡിലും മലയാണ് ശരിക്കും. അല്ല, നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും മല അല്ലേ. നടുക്കൊരു കുഴിയാണ് ഒരു വഴി എന്ന് പറയുന്നത് സത്യത്തിൽ. ആ ഒരു റിവറും വഴിയാണ് സൈഡിലുള്ളത്. അതുകൊണ്ട് ഇത് വലിയൊരു അതേ വന്നു റിവറിൻ്റെ വെള്ളം ഇപ്പം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു സ്മൂത്തായിട്ടുള്ള മലയാണ്. അപ്പോൾ ഞങ്ങൾ ജോർജിയയിൽ റഷ്യയുടെയും ജോർജിയയുടെയും ബോർഡർ, ഇവിടുന്ന് ഒരു റഷ്യയിൽ കയറാനായിട്ട് 10-15 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് താമസിക്കുന്നത് രാവിലെ റഷ്യ ബോർഡർ പാസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത വീടാണ് താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഞങ്ങൾ യാത്ര ചെയ്ത് കംപ്ലീറ്റ് 10-50 കിലോമീറ്ററോളം വലിയൊരു മലയിൽ കൂടെ മുകളിൽ കൂടെ കയറി താഴെ ഇറങ്ങി വന്നതാണിത്. ഇതൊരു മലയുടെ അടിവാരമാണ്. 56-58 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ മല കയറി ഇറങ്ങുന്നതിന്. അപ്പം ഈ മലയുടെ ചുറ്റും ഞങ്ങൾ താമസിക്കുന്ന ചുറ്റും മലകളാണ്. ഇവിടെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്. ഇവിടെ ചെറിയൊരു വില്ലേജാണ്. നല്ല തണുപ്പുമുണ്ട്. ജാക്കറ്റ് ഇട്ടിട്ടില്ല, ഇടണം. വണ്ടി കത്തുന്ന അടിയിൽ നിന്നൊക്കെ തപ്പിയെടുക്കണം ജാക്കറ്റ്. ഇത് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ലോക്കൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. റജുബായാണ് ഇന്നത്തെ സാരഥി. ഈ മല ഞങ്ങളിവിടെ എത്തി കേട്ടോ. സോറി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത് ജോർജിയയുടെ ബോർഡർ ആണ്. അതായത് ബോർഡറിലായിട്ടില്ല, സ്റ്റിൽ റഷ്യയിലേക്ക് ഏതാനും കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 10-15 കിലോമീറ്റർ ഉള്ളൂ. അതെ, മലയുടെ മുകളിലൊരു കുരിശ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നു. അടിപൊളി. ഇന്നത്തെ സാരഥി മല മുഴുവൻ കറങ്ങി വണ്ടി ഓടിച്ചത് നമ്മുടെ റജുബായി ആണ്. റജുബായി, ഡ്രൈവിംഗ് ഉണ്ടോ? ഡ്രൈവിങ് സൂപ്പറായിരുന്നോ? എൻജോയ് ചെയ്യില്ലേ? ഉള്ളൂ. വലിയൊരു മലയാണിത്. അതിൻ്റെ നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഷോ ചേട്ടാ, എല്ലാം ഓക്കെ അല്ലേ? സാബു എല്ലാം ഓക്കെ അല്ലേ? അപ്പം കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇത് ജാക്കറ്റ് എടുത്തില്ല, കാരണം സന്ധ്യ ആകുന്നതിന് മുന്നേ നമുക്ക് വീഡിയോ എടുത്തില്ല, പിന്നെ വീഡിയോ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ച്, താമസിക്കാതെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ റഷ്യൻ ബോർഡറിലേക്ക് എത്ര മൈലുണ്ടാവും? എത്ര കിലോമീറ്റർ ഉണ്ട്? 22 ഉണ്ട്. സോറി, ഞാൻ 10-15 ഓർത്ത്. അപ്പോൾ 22 കിലോമീറ്റർ 2 hours എടുക്കുമോ ഇവിടുന്ന്? കാരണം ഇതുപോലെയുള്ള മല ഇപ്പോൾ ഞങ്ങളിപ്പോൾ കടന്നു വന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും 58-60 50 അല്ലേ, ഏതാണ്ട് 63 അത്ര കിലോമീറ്റർ ഉണ്ട്. അത് മുഴുവൻ മലയായിരുന്നു. അപ്പം ബേസിക്കലി ഞങ്ങൾ സാഹസയാത്ര ഇന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. പല പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം ഞങ്ങൾ തരണം ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു 2-3 hours ഞങ്ങൾക്ക് 3 അല്ല 4 hours ഞങ്ങൾക്ക് വേസ്റ്റായി. പക്ഷേ ഞങ്ങളതെല്ലാം ഫേസ് ചെയ്ത് തരണം ചെയ്തു. എല്ലാം ഞങ്ങളുടെ പുറകിൽ കുറേ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. ചിലർ സൈലൻ്റായി പ്രാർത്ഥിക്കുന്നു, ചിലർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെ അനവധി പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് നേരിടാനുള്ള ധൈര്യവും അതിനുള്ളൊരു ഇതും കിട്ടി. എനിവേ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ കപ്പയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു ഭക്ഷണം
ഉണ്ട്. ഏതായാലും ഇന്നലെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നത് കൊണ്ടുവന്ന് നന്നായി. ഇവിടെ കടയൊക്കെ ഇച്ചിരി ദൂരത്തിലാണ്. ഇനിയിപ്പം കടയിൽ പോകാനുള്ളൊരു ഇരുട്ടുമായി, സന്ധ്യ ആയ കാരണം അതിനുള്ളൊരു സാഹചര്യമില്ല. ഓക്കെ, ഓൾറൈറ്റ്, ഗുഡ് നൈറ്റ്.